നമസ്കാരം. ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്ന അളവറ്റ സമ്പത്താണ് എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ. ഈ കാര്യത്തിൽ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളെപ്പോലെ സമ്പന്നമല്ല എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തും എണ്ണപ്പാടങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളുമുണ്ട്. ഇന്നത്തെ 5 മിനിറ്റ് PSC മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളെക്കുറിച്ചും എണ്ണ ശുദ്ധീകരണശാലകളെക്കുറിച്ചുമാണ്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും. അപ്പൊ അതില് നമുക്ക് ആദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണപ്പാടം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ ഉൽപാദനം ആരംഭിച്ചത് എവിടെയാണ് എന്നൊക്കെ നിങ്ങൾ ചോദ്യപേപ്പറുകൾ കണ്ടു കാണും. അതെവിടെയാണ്? ഡിഗ്ബോയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണപ്പാടം എവിടെ എന്ന് ചോദിച്ചാൽ അത് ഡിഗ്ബോയി ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ ഉൽപാദനം ആരംഭിക്കുന്നത് അവിടെയാണ്. ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കും. അത് ആസാമിലാണ്. ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ്. 1889 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആസാമിലെ ഡിഗ്ബോയിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നത്. പിന്നീട് അവിടെ എണ്ണ ഉൽപാദനം ആരംഭിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏത് എന്ന് ചോദിച്ചാൽ അത് മുംബൈ ഹൈ ആണ്. പൊതുമേഖലയിലുള്ള ഒരു എണ്ണപ്പാടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ മനസ്സിലാക്കിക്കോണം. ഇതൊരു ഓഫ് ഷോർ എണ്ണപ്പാടമാണ് എന്നും പറയും. അതായത് ഈ എണ്ണപ്പാടം കരയിലല്ല, സമുദ്രത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ്. അതുപോലെ തന്നെ ഇതൊരു ഓഫ് ഷോർ എണ്ണപ്പാടമാണ്. ഇവിടെ എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നത് 974 അതിനുശേഷമാണ് അവിടെ എണ്ണ ഉൽപാദനം ആരംഭിക്കുന്നത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, നിങ്ങൾ 1 രൂപ നോട്ടിന്റെ പിറകിൽ ഒരു ചിത്രം കണ്ടിട്ടുണ്ട്. സാഗർ സമ്രാട്ട് എന്നാണ് ആ ചിത്രത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. എന്താണ് സാഗർ സമ്രാട്ട്? മുംബൈ ഹൈയില് എണ്ണ നിക്ഷേപം കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെ എണ്ണക്കിണറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഡ്രില്ലിംഗ് എക്വിപ്മെന്റ്, ആ എക്വിപ്മെന്റ് കൊടുത്തിരുന്ന പേരാണ് ഏത്? സാഗർ സമ്രാട്ട്. അപ്പോ മുംബൈ ഹൈ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ്. പൊതുമേഖലയിലുള്ള എണ്ണപ്പാടമാണ്. അതൊരു ഓഫ് ഷോർ എണ്ണപ്പാടമാണ്, അല്ലെ? ആ പറഞ്ഞ എണ്ണപ്പാടത്ത് എണ്ണ കണ്ടെത്തിയതിനെ തുടർന്ന് എണ്ണക്കിണറുകൾ കുഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രില്ലിംഗ് എക്വിപ്മെന്റ് ആണ്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് സാഗർ സമ്രാട്ട്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ എന്ന് പറഞ്ഞു, അല്ലെ? അത് ഞാൻ പറഞ്ഞു. എന്താണ്? അതൊരു ഓഫ് ഷോർ എണ്ണപ്പാടമാണ്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺ ഷോർ എണ്ണപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺ ഷോർ എണ്ണപ്പാടം എന്ന് പറഞ്ഞാൽ കരയിലുള്ള എണ്ണപ്പാടങ്ങളിൽ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏത് എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺ ഷോർ എണ്ണപ്പാടം ഏതെന്ന് ചോദിച്ചാൽ മംഗള എണ്ണപ്പാടമാണ്. മംഗള എണ്ണപ്പാടം എവിടെ എന്ന് ചോദിച്ചാൽ അത് ബാർമർ എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം സംശയമില്ല, അതേതാണ്? മുംബൈ ഹൈ ആണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺ ഷോർ എണ്ണപ്പാടം ഏത് എന്ന് ചോദിക്കുമ്പോൾ ഓഫ് ഷോർ എണ്ണപ്പാടമായിട്ടുള്ള മുംബൈ ഹൈയുടെ പേര് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ വേറൊരു പേര് പറഞ്ഞേ പറ്റൂ. ഏതാണ് ആ പേര്? അതാണ് മംഗള എണ്ണപ്പാടം. മംഗള എണ്ണപ്പാടം എവിടെയാണ്? ബാർമർ, രാജസ്ഥാൻ. പക്ഷെ ഈ മംഗള എണ്ണപ്പാടം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലുള്ള ഒരു എണ്ണപ്പാടമാണ്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലയിലുള്ള ഓൺ ഷോർ എണ്ണപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലയിലുള്ള ഓൺ ഷോർ എണ്ണപ്പാടം ഏത് എന്ന് ചോദിച്ചാൽ അത് അങ്കലേശ്വർ എന്ന് പറയുന്ന എണ്ണപ്പാടമാണ്. പൊതുമേഖലയിലുള്ള ഏറ്റവും വലിയ എണ്ണപ്പാടം, അല്ലെ? പൊതുമേഖലയിലുള്ള ഏറ്റവും വലിയ എങ്ങനെയുള്ള എണ്ണപ്പാടം? ഓൺ ഷോർ എണ്ണപ്പാടം ഏത് എന്ന് ചോദിച്ചാൽ അത് അങ്കലേശ്വർ ആണ്. അങ്കലേശ്വർ എവിടെ എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. അങ്കലേശ്വർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഈ പറഞ്ഞ എണ്ണപ്പാടത്തെ ഒരിക്കൽ നെഹ്റു വിശേഷിപ്പിച്ചതാണ് സമൃദ്ധിയുടെ ഉറവ. സമൃദ്ധിയുടെ ഉറവ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ഏത് എണ്ണപ്പാടത്തിനെയാണ് എന്ന് ചോദിച്ചാൽ അങ്കലേശ്വർ എണ്ണപ്പാടത്തിനെയാണ്. ഏതിനെയാണ്? അങ്കലേശ്വർ എണ്ണപ്പാടം, അല്ലെ?
ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു എണ്ണപ്പാടമാണ് നഹർ കത്തിയ. നഹർ കത്തിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു എണ്ണപ്പാടമാണ് നഹർ കത്തിയ. ഈ എണ്ണപ്പാടം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചേക്കാം. നഹർ കത്തിയ എന്ന് പറയുന്ന എണ്ണപ്പാടം ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ്. അതുപോലെ ലൂനജ് എന്ന് പറയുന്ന ഒരു എണ്ണപ്പാടം, ലൂനജ് എണ്ണപ്പാടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. നഗർ ഹത്യ എന്ന് പറയുന്ന എണ്ണപ്പാടം അതെവിടെയാണ്? ആസാമിലാണ്. അതേസമയം ലൂനജ് എന്ന് പറയുന്ന എണ്ണപ്പാടം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. തീർച്ചയായിട്ടും ആ ഭാഗത്തുനിന്ന് ചോദ്യം വരും. ചോദ്യം വന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ അതിനൊരു കാരണമുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്തി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇത് അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞ് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? അല്ലെ, എണ്ണപ്പാടം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ക്രൂഡ് ഓയിൽ എന്താണ് എടുക്കുന്ന സ്ഥലമാണ് എണ്ണപ്പാടം എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുന്ന ക്രൂഡ് ഓയിലിൽ നിന്ന് പിന്നീട് പെട്രോൾ, ഡീസൽ ഇതൊക്കെ വേർതിരിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെന്ത് വേണം? അതിന് എണ്ണ ശുദ്ധീകരണശാല വേണം. അല്ലെ, അപ്പൊ എല്ലാ എണ്ണപ്പാടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും എന്തുണ്ടാവണമെന്നില്ല, എണ്ണ ശുദ്ധീകരണശാലകൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ എണ്ണപ്പാടങ്ങളുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് എന്ത് കാണും? എണ്ണ ശുദ്ധീകരണശാലകൾ കാണും. അല്ലെ, അപ്പൊ ഇവിടെ ഇപ്പൊ ചോദ്യം വേറെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല, ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല 1901 ആരംഭിക്കുന്നത്. അത് ഏത് എന്ന് ചോദിച്ചാൽ ഡിഗ്ബോയ് ആണ്. അല്ലെ, അപ്പൊ ഡിഗ്ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എണ്ണപ്പാടമുണ്ട്. അതുപോലെ ഡിഗ്ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഒരു എണ്ണ ശുദ്ധീകരണശാലയുമുണ്ട്. രണ്ടാണ്. അല്ലെ, സ്ഥലം ഒന്നാണ്, രണ്ടും പക്ഷെ രണ്ടാണ്. എണ്ണപ്പാടം എന്നുള്ളത് വേറെയാണ്, എണ്ണ ശുദ്ധീകരണശാല വേറെയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണപ്പാടം എവിടെ എന്ന് ചോദിച്ചാൽ അത് ഡിഗ്ബോയിലാണ്. ഇന്ത്യയിലെ എന്ന് മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എണ്ണപ്പാടമാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എണ്ണപ്പാടം അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള എണ്ണപ്പാടം ഏതാണ്? അത് ഡിഗ്ബോയ് ആണ്. ഡിഗ്ബോയ് എവിടെയാണ്? നേരത്തെ പറഞ്ഞു, ആസാമിലാണ്. എന്നാണ് അത് തുടങ്ങുന്നത്? ആ എണ്ണ ശുദ്ധീകരണശാല തുടങ്ങുന്നത് എന്നാണ്? 1901 അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല, ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ഏതെന്ന് ചോദിച്ചാല് ഗുവാഹത്തി എണ്ണ ശുദ്ധീകരണശാല. നിങ്ങൾക്കറിയാം, ആസാമിലാണ്. ഗുവാഹത്തി എണ്ണ ശുദ്ധീകരണശാല ആസാമിലാണ്. അപ്പോൾ പൊതുമേഖലയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ഏതെന്ന് ചോദിച്ചാൽ ഗുവാഹത്തി എണ്ണ ശുദ്ധീകരണശാലയാണ്. 1962 അതാണ് പൊതുമേഖലയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഡിഗ്ബോയ് എന്ന് പറയുന്നത് പൊതുമേഖലയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയല്ലേ എന്ന് സംശയം വരും. ഡിഗ്ബോയ് എന്ന് പറയുന്നത് ആദ്യം സ്വകാര്യ മേഖലയിലുള്ള ഒരു എണ്ണ ശുദ്ധീകരണശാലയായിരുന്നു. 1980 ശേഷമാണ് 1980 ശേഷമാണ് അത് പൊതുമേഖലയിലെ ഒരു എണ്ണ ശുദ്ധീകരണശാലയായിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ തുടക്കത്തിൽ അതെന്താണ്? ഒരു സ്വകാര്യ മേഖലയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് പൊതുമേഖലയിൽ ഒരു എണ്ണ ശുദ്ധീകരണശാല വന്നിട്ടുണ്ട്. അത് 1962 അതാണ് ഏത്? ഗുവാഹത്തി എണ്ണ ശുദ്ധീകരണശാല അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല, ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ജാംനഗറിലുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ്. റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ്. അപ്പോൾ അത് എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ. റിലയൻസിന്റെ എണ്ണ ശുദ്ധീകരണശാലയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്? അത് പൊതുമേഖലയിലുള്ള ഒരു എണ്ണ ശുദ്ധീകരണശാലയല്ല, അത് സ്വകാര്യ മേഖലയിലുള്ള ഒരു എണ്ണ ശുദ്ധീകരണശാലയാണ്. അപ്പോൾ വേറൊരു ചോദ്യം പ്രതീക്ഷിച്ചോണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലയിലുള്ള എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? പൊതുമേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതെന്ന് ചോദിച്ചാൽ അത് കൊച്ചിൻ റിഫൈനറിയാണ്. കൊച്ചിയിലെ എണ്ണ ശുദ്ധീകരണശാലയാണ്. അമ്പലമുകളിലുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ് അല്ലെ. പൊതുമേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല അല്ലെ. അത് ചോദിക്കും മുംബൈ ഹൈ എന്ന് എഴുതോ? എണ്ണ ശുദ്ധീകരണശാല എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും മുംബൈ ഹൈ എഴുതത്തില്ലല്ലോ. അപ്പൊ അതേതാണ്? പൊതുമേഖല എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കൊച്ചിൻ റിഫൈനറി എന്ന് എഴുതും. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ലോകത്തിലെ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഏതെഴുതും? ജാംനഗർ എന്നെഴുതും അല്ലെ. അപ്പൊ ജാംനഗർ എന്താണ്? സ്വകാര്യ മേഖലയിലാണ്. അതേസമയം കൊച്ചിൻ റിഫൈനറി എന്ന് പറയുന്നത് ഏത് മേഖലയിലാണ്? പൊതുമേഖലയിലുള്ള എണ്ണ ശുദ്ധീകരണ ശാലയാണ്.
ഇനി അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചു വയ്ക്കേണ്ട ഒരു പോയിന്റാണ്, ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എണ്ണ ശുദ്ധീകരണശാലകളെ നമ്മൾ പ്രധാനമായിട്ടും 2 തരത്തിൽ തരംതിരിക്കാറുണ്ട്. എങ്ങനെയാണ് പറഞ്ഞത്? എണ്ണ ശുദ്ധീകരണശാലകളെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കാറുണ്ട്. എങ്ങനെയാണ്? ഒന്ന് ഓയിൽ ഫീൽഡ് ബേസ്ഡ് റിഫൈനറീസ്. ഓയിൽ ഫീൽഡ് ബേസ്ഡ് റിഫൈനറീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓയിൽ ഫീൽഡ്, എണ്ണപ്പാടത്തിനോട് ചേർന്ന് തന്നെ എന്തുണ്ടാവും? ഈ പറഞ്ഞ എണ്ണ ശുദ്ധീകരണശാലകൾ ഉണ്ടാവും. അപ്പൊ എണ്ണപ്പാടത്തോട് ചേർന്ന് തന്നെയുള്ള എണ്ണ ശുദ്ധീകരണശാലകൾ, അതിനെയാണ് ഓയിൽ ഫീൽഡ് ബേസ്ഡ് റിഫൈനറീസ്, അല്ലെ? അപ്പോൾ എണ്ണപ്പാടങ്ങൾക്ക് തൊട്ടടുത്തുള്ള റിഫൈനറീസ്, എണ്ണ ശുദ്ധീകരണശാലകൾ, അതാണ് ഓയിൽ ഫീൽഡ് ബേസ്ഡ് റിഫൈനറീസ് എന്ന് പറയുന്നത്. വേറൊന്ന് മാർക്കറ്റ് ബേസ്ഡ് റിഫൈനറീസ്. മാർക്കറ്റ് ബേസ്ഡ് റിഫൈനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പോളത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എണ്ണ ശുദ്ധീകരണശാലകൾ, വലിയ വലിയ വ്യാവസായിക നഗരങ്ങൾ, അവിടെ ഈ പറഞ്ഞ എണ്ണയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ ആ കമ്പോളം കണ്ടുകൊണ്ടുള്ള എണ്ണ ശുദ്ധീകരണശാല, അല്ലെ? ഇപ്പൊ കൊച്ചിയിൽ എണ്ണ ശുദ്ധീകരണശാലയുണ്ട്. അതൊരിക്കലും ഈ പറഞ്ഞ എന്താണ് ഓയിൽ ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറി അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അവിടെ എണ്ണപ്പാടമില്ല, അല്ലെ? അത് എന്തായാലും എന്തല്ല, ഓയിൽ ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിഫൈനറി അല്ല. പകരം എങ്ങനെയുള്ള റിഫൈനറിയാണ്? അത് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറിയാണ്. അതുപോലെ തന്നെ മുംബൈ എന്ന് പറയുന്ന നഗരത്തിൽ എന്തുണ്ട്? ഓയിൽ റിഫൈനറി ഉണ്ട്. മുംബൈ നഗരത്തിലുള്ള ഓയിൽ റിഫൈനറി എന്ന് പറയുന്നത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ പറഞ്ഞ ഓയിൽ ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറി അല്ല. അതെങ്ങനെയാണ്? മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ജാംനഗർ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് എന്ന് പറഞ്ഞു. ഓയിൽ ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറി അല്ല ജാംനഗർ, അത് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറിയാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. എണ്ണ ശുദ്ധീകരണശാലകളെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കും. എങ്ങനെയാണ്? ഓയിൽ ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറീസ്, മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറീസ്. അപ്പൊ അവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വരും. എങ്ങനെയാണ് ചോദ്യം വരുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ എണ്ണപ്പാടത്തെ അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണശാല, പരീക്ഷയ്ക്ക് വന്നു ആ ചോദ്യം, അല്ലെ? താഴെ തന്നിരിക്കുന്നതിൽ എണ്ണപ്പാടത്തെ അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണശാല, കമ്പോളത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എണ്ണ ശുദ്ധീകരണശാല എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ ഫീൽഡ് ബേസ്ഡ് റിഫൈനറീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നല്ല ഉദാഹരണമാണ് ഡിഗ്ബോയ്. നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഡിഗ്ബോയ് എണ്ണപ്പാടമാണ്, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ എണ്ണ ശുദ്ധീകരണശാലയും ഉള്ളത്. അപ്പൊ അത് ഓയിൽ ഫീൽഡ് ബേസ്ഡ് റിഫൈനറിക്ക് ഉദാഹരണമാണ് ഡിഗ്ബോയ്. ഇനി അത് കഴിഞ്ഞിട്ട് ആസാമിലുള്ള ഒരു റിഫൈനറി ഉണ്ട്. ഏതാണ്? നുമാലിഗഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ആ പേര് കേൾക്കാത്തതുകൊണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നുമാലിഗഡ് ഓയിൽ റിഫൈനറി. നുമാലിഗഡ് ഓയിൽ റിഫൈനറി എവിടെയാണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. എവിടെയാണ്? ആസാമിലാണ്. ഡിഗ്ബോയ് ആസാമിലാണ്, നുമാലിഗഡ് ആസാമിലാണ്, ഗുവാഹത്തി അത് നിങ്ങൾക്ക് അറിയാം ആസാമിലാണ്, അല്ലെ? ഡിഗ്ബോയ്, നുമാലിഗഡ്, ഗുവാഹത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് 3 എവിടെയാണ്? ഇത് 3 ആസാമിലാണ്. താത്തിപ്പാക്ക, ഏതാണ്? താത്തിപ്പാക്ക ഓയിൽ റിഫൈനറി, പേരേകം തന്നെ അറിയാം. ഇത് ഈ പറഞ്ഞ ഒരു വല്ലാത്ത പേര്, താത്തിപ്പാക്ക ഓയിൽ റിഫൈനറി, അത് ആന്ധ്രാപ്രദേശിലാണ്. താത്തിപ്പാക്ക ഓയിൽ റിഫൈനറി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പോ ഓർത്തോണം, ഓയിൽ ഫീൽഡ് ബേസ്ഡ് റിഫൈനറീസ് ഡിഗ്ബോയ് ഉണ്ട്, നുമാലിഗഡ് ഉണ്ട്, ഗുവാഹത്തി ഉണ്ട്, താത്തിപ്പാക്കയുണ്ട്. ശരി, ഇവിടെ മനസ്സിലായിക്കോണം നുമാലിഗഡ് ഓയിൽ റിഫൈനറി എവിടെയാണ്? അങ്ങനെ പ്രത്യേകം ചോദ്യം ചോദിക്കും. ആസാം. അതുപോലെ താത്തിപ്പാക്ക ഓയിൽ റിഫൈനറി എവിടെയാണ്? പ്രത്യേകം ചോദ്യം ചോദിക്കും. എവിടെയാണ്? ആസാമിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ബേസ്ഡ് റിഫൈനറീസ്. മാർക്കറ്റ് ബേസ്ഡ് റിഫൈനറീസ് വരുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ബറൗണി ഓയിൽ റിഫൈനറി. ബറൗണി, അല്ലെ? ബറൗണി ഓയിൽ റിഫൈനറി എവിടെയാണ് എന്നുള്ളത് നല്ല ചോദ്യമാണ്. ബറൗണി എന്ന് പറയുന്ന എണ്ണ ശുദ്ധീകരണശാലയെ നിങ്ങൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പരിചയമുണ്ട്. ബീഹാറിലുള്ള ഒരു എണ്ണ ശുദ്ധീകരണശാലയാണ് ഏത്? ബറൗണി. അതെങ്ങനെയുള്ളതാണ്? മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ് ബറൗണി. ബറൗണി ഒരിക്കലും ഓയിൽ ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിഫൈനറി അല്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശിലെ മധുരയിൽ ഒരുപാട് ഈ പറഞ്ഞ എണ്ണ ശുദ്ധീകരണശാലകളുണ്ട്, അല്ലെ? അപ്പൊ ഈ പറഞ്ഞ ഉത്തർപ്രദേശിലെ മധുര എങ്ങനെയാണ്? മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓയിൽ റിഫൈനറിയാണ്. അതുപോലെ തന്നെ പാനിപ്പത്ത്, ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലവും അല്ലെങ്കിൽ ആ ഒരു എണ്ണ ശുദ്ധീകരണശാലയും എങ്ങനെയുള്ളതാണ്? മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ റിഫൈനറിയാണ്. ജാംനഗർ, നേരത്തെ പറഞ്ഞു, ജാംനഗർ എവിടെയാണ്? ഗുജറാത്തിലാണ്. മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓയിൽ റിഫൈനറിയാണ്.
ഇനി അത് കഴിഞ്ഞിട്ട് കൊയാലി എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൽ റിഫൈനറി ഉണ്ട്. കൊയാലി ശ്രദ്ധിച്ചു വയ്ക്കണം. കൊയാലി എന്ന് പറയുന്ന ഓയിൽ റിഫൈനറി എവിടെയാണ് എന്ന് ചോദിക്കും. ഗുജറാത്തിലാണ് കൊയാലി, അല്ലെ? നേരത്തെ ലൂനജ് എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണപ്പാടം പറഞ്ഞായിരുന്നു. എവിടെയാണ്? ഗുജറാത്ത്. ഇതിപ്പോ കൊയാലി എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ഗുജറാത്തിലാണ്. കൊയാലി ശ്രദ്ധിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. കൊയാലി എവിടെയാണ്? അത് ഗുജറാത്തിലാണ്, അല്ലെ? മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓയിൽ റിഫൈനറിയാണ് കൊയാലി എന്നൊരു വലിയ ഈ പറഞ്ഞ അർത്ഥത്തിൽ പറയാം. അതേസമയം അതിന് രണ്ട് രീതിയിലും പെടുത്താറുണ്ട്. ഓയിൽ ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറി ആയിട്ടും മാർക്കറ്റ് ഫീൽഡ് ബേസ്ഡ് ആയിട്ടുള്ള റിഫൈനറി ആയിട്ടും ഏതിനെ കണക്കാക്കാറുണ്ട്? കൊയാലിയെ കണക്കാക്കാറുണ്ടെങ്കിലും ഒരു വലിയ അർത്ഥത്തിൽ അതിനെ ഒരു മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ റിഫൈനറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊയാലി എന്ന് പറയുന്ന എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ഇന്ത്യയിൽ എവിടെയാണ് പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത്? കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. 2026 വൻതോതിലുള്ള പ്രകൃതിവാതക നിക്ഷേപം ഇന്ത്യയിൽ കണ്ടെത്തിയത് എവിടെയാണ്? നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ ശ്രീ വിജയപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രീ വിജയപുരം നിങ്ങൾക്കറിയാം, പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ്, അല്ലെ? ആൻഡമാന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. അവിടെ 2026 വൻതോതിലുള്ള പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയിരുന്നു. വലിയ വാർത്തയായിരുന്നു, അല്ലെ? അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രകൃതിവാതകം പെട്രോളിയം മന്ത്രി ആരെന്ന് ചോദിച്ചാലോ? കേന്ദ്രമന്ത്രി അത് ഹർദീപ് സിംഗ് പുരിയാണ്. ശ്രദ്ധിച്ചു വെച്ചോണം, ഇന്ധനക്ഷാമം ഒക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രകൃതിവാതകം പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് 2026 വൻതോതിലുള്ള പ്രകൃതിവാതക നിക്ഷേപം ഇന്ത്യയിൽ കണ്ടെത്തിയത് എവിടെ എന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാറിൽ ശ്രീ വിജയപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഈ പറഞ്ഞ സാധാരണഗതിയിൽ എണ്ണ പ്രകൃതിവാതക നിക്ഷേപം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള ശിലാസിസ്റ്റത്തിലാണ് എന്ന് ചോദിക്കും. ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചു യുറേനിയം നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്നത് ഏത് ശിലാവ്യവസ്ഥയിലാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു. ദർവാർ എന്ന് പറയുന്ന ശിലാവ്യവസ്ഥയിലാണ്, അല്ലെ? അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ എണ്ണ പ്രകൃതിവാതക നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്നത് ഏത് തരം ശിലാവ്യവസ്ഥയിലാണ്, അല്ലെ? പലതരത്തിലുള്ള ശിലാവ്യവസ്ഥയുണ്ട്. ദർവാർ എന്ന് പറയുന്ന ശിലാവ്യവസ്ഥയുണ്ട്, ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന ശിലാവ്യവസ്ഥയുണ്ട്, ടെറിഷറി റോക്ക് സിസ്റ്റം, ടെറിഷറി തൃതീയ ശിലാ സിസ്റ്റം, കോർട്ടിനറി ശിലാ സിസ്റ്റം, അങ്ങനെ പലതരത്തിലുള്ള ശിലാ സിസ്റ്റം ഉണ്ട്. ഇതിൽ ഏതിലാണ് എണ്ണ പ്രകൃതിവാതക നിക്ഷേപം ധാരാളമായിട്ട് ഇന്ത്യയിലുള്ളതെന്ന് ചോദിച്ചാൽ ടെറിഷറി റോക്ക് സിസ്റ്റത്തിലാണ്. ഏതിലാണ്? ടെറിഷറി റോക്ക് സിസ്റ്റത്തിലാണ്. ഭാവിയിലെ ചോദ്യമാണ്, അന്ന് ഒരു മാർക്ക് അടിച്ചു പോകരുത്. ടെറിഷറി റോക്ക് സിസ്റ്റത്തിലാണ് ഇന്ത്യയിൽ വൻതോതിൽ എണ്ണ പ്രകൃതിവാതക നിക്ഷേപമുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥാപനത്തെ കുറിച്ച് പഠിക്കണം, ONGC, അല്ലെ? ONGC എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഇന്ത്യയിലെ എണ്ണ പ്രകൃതിവാതകം അവയുടെ നിക്ഷേപം കണ്ടെത്തുക, അത് ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ONGC എന്ന് പറയുന്ന സ്ഥാപനമാണ്. ONGC സ്ഥാപിക്കപ്പെടുന്നത് ഏത് വർഷമാണ്? ONGC സ്ഥാപിക്കപ്പെടുന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1956 ONGC സ്ഥാപിക്കപ്പെടുന്നത് 1956. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ONGCയുടെ ആസ്ഥാനം എവിടെയാണ്? ONGCയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഡൽഹി എന്നുള്ളതാണ്. ONGCയുടെ ആസ്ഥാനം ഡൽഹി ആണ്. ചിലപ്പോൾ ഡൽഹി തന്നിരിക്കത്തില്ല, പകരം ഡെറാഡൂൺ എന്ന് തന്നിരിക്കും. അതായത് ONGCക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഒന്ന് അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ്. അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. പക്ഷെ അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത്, അതായത് കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ONGCയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഡൽഹി എന്ന് വേണം ഉത്തരം പറയാൻ. പക്ഷെ ഡൽഹി കണ്ടില്ല എങ്കിൽ ചോയ്സിൽ വേറൊരു കാര്യം തന്നിരിക്കും, ഡെറാഡൂൺ, എങ്കിൽ അതാണ് ഉത്തരം. രണ്ടും കൂടി തരത്തില്ല. അപ്പോൾ ONGCയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ഡൽഹിയിലാണ്. ശരി, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ജോഗ്രഫി ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ആസ്ഥ അക്കാഡമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്.
വളരെ കുറച്ച് പേജുകളിലായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുസ്തകമാണ്. പഠിച്ച് മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിനകത്ത് കുറഞ്ഞ പേജുകൾക്കകത്ത് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല പ്രൈസ് നോക്കിക്കേ, 115 രൂപ മാത്രമേ ഉള്ളൂ. ഇതേ രീതിയിൽ കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ലോക ഭൂമിശാസ്ത്രം ഒക്കെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ പുസ്തകം വേണമെന്നുള്ളവർ ദാ ഈ കാണുന്ന നമ്പറിലോട്ട് പെട്ടെന്ന് വിളിക്കുക. ഇപ്പം 3 പുസ്തകം കൂടി ചേർത്താണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ ഒരു ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നിയാൽ, ഇങ്ങനെയുള്ള ഈ ക്ലാസ്സുകൾ തുടരണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.